നിരപറ മലയാളി വീട്ടമ്മ co-branded by Sera and Datri Hair Care Plus, powered by Chunga Jewelry. മറ്റൊരു മനോഹരമായ എപ്പിസോഡുമായി ഞങ്ങൾ ഇന്നും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. Flowers celebrating motherhood. മലയാളി വീട്ടമ്മ. നമ്മൾ ഇനി ഒരു ഔട്ട്ഡോർ ടാസ്ക് ആണ് കാണാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ വിളിക്കാൻ പോകുന്നത് മിനിയാണ്. മിനി ഫ്രം ബാംഗ്ലൂർ. യെസ്. പക്ഷെ മിനി വേദിയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് പ്രേക്ഷകരോട് എല്ലാവരോടുമായിട്ടൊരു കാര്യം പറയാനുണ്ട്. പ്രേക്ഷകർക്കും പലപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുള്ളത്, നമ്മുടെ കണ്ടസ്റ്റൻസ് പലരും പുറത്തു പോയിട്ട് ഔട്ട്ഡോർ ടാസ്കുകൾ ചെയ്യുമ്പോൾ അവരുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് കാണിക്കുന്ന ഒരു ടാസ്ക് ചെയ്യാറുണ്ട്. ചിലർ അങ്ങനെയുള്ള ടാസ്ക് ചെയ്യാറുണ്ട്. ചിലർ വീട് എങ്ങനെ മാനേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ, കുറച്ചൊരു ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, അത്തരത്തിലുള്ള ടാസ്ക് കൊടുക്കാറുണ്ട്. പലർക്കും ഒരു കൺഫ്യൂഷൻ, ഇതിനെ എങ്ങനെ കമ്പയർ ചെയ്യും, ഒന്നൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റും ഒന്ന് മറ്റൊരു തരത്തിലുള്ളതാണ്. അപ്പൊ അതിനെ എങ്ങനെ കമ്പയർ ചെയ്തു, എങ്ങനെ മാർക്ക് ഇടും എന്നുള്ളൊരു കാര്യം. പക്ഷെ ഇത് അങ്ങനെയല്ല. എല്ലാ കണ്ടസ്റ്റൻസിനും 2 ഔട്ട്ഡോർ ടാസ്കുകൾ മിനിമം ഉണ്ട്. അതിലൊന്ന് അവർ ആസ് എ ഫീമെയിൽ അല്ലെങ്കിൽ ആസ് എ ലേഡി അവരുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് കാണിക്കുന്നതാണ്. അത്തരത്തിലുള്ള ടാസ്ക് എല്ലാവർക്കും ഉണ്ട്. അതിന്റെ ഒരു മറുവശത്ത് കൊടുക്കുന്ന എന്ത് സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യുന്ന നല്ല മിടുക്കിയായ ഒരു വീട്ടമ്മയുടെ മറ്റൊരു മുഖം കാണിക്കുന്ന ഒരു ടാസ്കും ഉണ്ട്. അത് എല്ലാവർക്കും ഉള്ളതാണ് ഈ 2 തരത്തിലുള്ള ടാസ്കും. അപ്പോ മിനിയുടെ വീട് നമ്മൾ ബാംഗ്ലൂർ പോയെന്ന് കൊളവാക്കിയതായിരുന്നു. അതെ, ഇനി സോഷ്യൽ കമ്മിറ്റ്മെന്റ്. യെസ്, അത് പ്രൂവ് ചെയ്യുന്ന ഒരു ഭംഗിയുള്ള ഒരു ടാസ്കുമായിട്ട് മിനിയാണ് വേദിയിലേക്ക് എത്താൻ പോകുന്നത്. മിനി, ഈ ടാസ്ക് ആയിരുന്നോ അതോ ഇതിന് മുമ്പത്തെ ടാസ്ക് ആയിരുന്നോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? രണ്ടും 2 തരത്തിലുള്ള ടാസ്ക് ആണ്. രണ്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. രണ്ടും ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, ഇത് കുറച്ചുകൂടി ഡിയറസ്റ്റ് ആണ് എനിക്ക്. ഫ്രം ദ ഹാർട്ട്. യെസ്. ഇനി നമുക്ക് റിയൽ ആയിട്ടുള്ള ഒരു ടാസ്ക് എന്തായിരുന്നു കണ്ടിട്ട് തിരിച്ചു വരാം. മിനിക്കുള്ള ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് ഒരാളെ സന്തോഷപ്പെടുത്തണം, അവർക്കൊരു നല്ലൊരു ഹാപ്പി ഒരു മൊമെന്റ് സമ്മാനിക്കണം. ഇതാണ് ടാസ്ക്. എനിക്ക് ആലോചിക്കാൻ ടൈം? തീർച്ചയായിട്ടും. ടാസ്ക് എന്താണെന്ന് തീരുമാനമായോ? ഇത് എന്താ സംഭവിച്ചാലേ, ഒരു സ്പെഷ്യൽ പേഴ്സൺ അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ശരിക്കും ഒരു സ്പെഷ്യൽ പേഴ്സൺ തന്നെ ഉണ്ട്. അപ്പോൾ എന്നുവെച്ചാൽ ഞാനൊരു 5 years ബാക്ക് ഒരു കുട്ടിയെ സ്പോൺസർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഒരു മോളാണ്. അന്ന് ആ കുട്ടിക്ക് 5 വയസ്സ്, ഇപ്പോൾ 10 വയസ്സായി. പക്ഷെ ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടുമില്ല, ആ കുട്ടി എന്നെയും കണ്ടിട്ടില്ല. അപ്പോ എന്നാ പിന്നെ ആ മോളെ സ്പോൺസർ ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് ഇല്ല, നമ്മളൊരു ഓർഗനൈസേഷൻ ത്രൂ വേൾഡ് വിഷൻ ത്രൂ ആണ് ഞാൻ ആ കുട്ടിയെ സ്പോൺസർ ചെയ്തത്. അപ്പൊ ഞാനിപ്പോ അവരോടിട്ടാണ് സംസാരിച്ചതും. അപ്പൊ അവര് പറയുന്നത് നമുക്ക് അങ്ങനെ ഷോർട്ട് നോട്ടീസിൽ അങ്ങനെ കുഞ്ഞിനെ കാണാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെന്നാണ്. പക്ഷെ ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നടക്കുമെന്നറിയില്ല, പക്ഷെ നടക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതായിരിക്കും ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് ആ മോൾക്കും എനിക്കും. ഇതാ മോൾ എനിക്ക് അയച്ചൊരു കാർഡാണ്. ഡിയർ സ്പോൺസർ, താങ്ക് യു ഫോർ സ്പോൺസർ. ഓ, ദിസ് ഈസ് സോ സ്വീറ്റ്. നോക്ക്, അത് ശരി. അപ്പൊ കൊച്ചിന്റെ പേര് പറയാം. അക്ഷയ രാജേഷ്. ഓക്കെ. അപ്പോൾ ഈ മോളെ കാണാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതായിരിക്കും ഏറ്റവും വലിയൊരു ഹാപ്പിനെസ്. ഓക്കെ, സോ അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് സംസാരിച്ച് നോക്കിയിട്ട്. നിങ്ങൾ സംസാരിക്കുക. സോ ഒരുവിധം ഐഡിയ ഇപ്പോൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. സോ മിനി നേരത്തെ പറഞ്ഞതുപോലെ മിനി ഒരു ചൈൽഡിനെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അക്ഷയ എന്നാണ് കുട്ടിയുടെ പേര്. സോ ഇവർ പരസ്പരം കണ്ടിട്ടില്ല, പക്ഷെ ഇതുപോലെ കാർഡ്സ് ഒക്കെ വരുമെന്നാണ് പറഞ്ഞത്. സോ അവരെ റീച്ച് ചെയ്യായിട്ട് അവരെ മീറ്റ് ചെയ്യാനുള്ള ഒരു എഫേർട്ടിലാണ്. ശരി, കാണുന്നുണ്ട്. അത് അവരെന്താ പറയുന്നത് വെച്ചാൽ അത് ഇത്ര എളുപ്പമല്ല, പക്ഷെ ഇപ്പം നമ്മളുടെ ഒരു റിക്വസ്റ്റ് വെച്ചിട്ട് പോയി നോക്കാം നമുക്ക്. പക്ഷെ 100% ഷുവർ ഇല്ല. എന്റർടൈൻ ചെയ്യോ, കാരണം നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കാനല്ലേ പോകുന്നത്.
ഫോർമാലിറ്റീസ് കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അല്ല, ഒരു കാര്യം ചെയ്യാം. ഇപ്പം മിനി പറഞ്ഞതുപോലെ മെയിലും കാര്യങ്ങളും 10 days നമുക്ക് നടക്കുന്ന കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ റെഡി ആയിക്കോ, നമുക്ക് പോയി നോക്കാം. ഓക്കെ, സോ ഞാൻ വെയിറ്റ് ചെയ്യാം. അതിലൊരു പ്രശ്നമുണ്ട്, ഇത് പാലക്കാടാണ്, നമ്മളിപ്പം ബാംഗ്ലൂർ. പാലക്കാടാണോ? മോള് പാലക്കാടാണ് വീട്. അപ്പൊ ഇവിടുന്ന് ഒരു 7-8 hours ഡ്രൈവ് തന്നെ ഉണ്ട്. അപ്പൊ അത് സമ്മതിക്കോ? ഇവിടെ അല്ല, അടുത്താണ്. ഓക്കെ, നിങ്ങൾക്ക് പിന്നെ ഞാനിപ്പം ഐ തിങ്ക് ഓക്കെ ഇതൊരു ടാസ്ക് ആണ്. സോ നിങ്ങളുടെ ചോയ്സിലേക്ക് ഞങ്ങൾ വിട്ടു തന്നിട്ടുണ്ട്. സോ പാലക്കാടെങ്കിൽ പാലക്കാട് പോവാം. എന്നാലും ഒരു ട്രയൽ ആണല്ലേ, നമ്മളവിടെ പോയി സംസാരിക്കാം. ഉറപ്പില്ല. ഓക്കെ, സോ എന്നാ നിങ്ങള് അപ്പൊ പിന്നെ അങ്ങനെയാണെങ്കിൽ പോകാനായിട്ട് ഫുള്ള് ഒരുങ്ങണം, പാക്ക് ചെയ്യണം, റെഡി ആവണം ഇപ്പൊ തന്നെ. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഞാൻ തന്നെ ഇപ്പൊ സർപ്രൈസിലാണ്. കാരണം ഞാൻ വിചാരിച്ചു നമ്മൾ അടുത്ത് പോയി പെർമിഷൻ ചോദിക്കാം. ബാംഗ്ലൂർ കുറച്ച് ട്രാഫിക് ഉണ്ട്, അപ്പോൾ 1-2 മണിക്കൂറിൽ എത്താന്ന് വിചാരിച്ചു. പക്ഷേ വി ആർ ഗോയിങ് ടു പാലക്കാട്. സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പം കാണുന്നില്ലെങ്കിലും അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ഫീല് തന്നെയാന്ന് തോന്നുന്നു അല്ലേ? അതെ, ഒരു എന്താ പറയാ, അതിന് എപ്പോഴും കാണാത്തൊരു മോള് എവിടെ ഉണ്ട് എന്നുള്ള ഒരു ഫീൽ തന്നെയാണ്. എനിവേ, അക്ഷയനെ കാണാൻ എനിക്കും ആ ഒരു ഇപ്പം ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. നമുക്ക് നോക്കാം. നമ്മൾ കുറേ നേരമായി യാത്ര തുടങ്ങിയിട്ട്. ഏതായാലും ഇനി ഓൾമോസ്റ്റ് ഒരു 2 hours താഴെ ഉള്ളൂ എന്നാണ് ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ്. ഏതായാലും പോവല്ലേ, കുറച്ച് സാധനം വാങ്ങിയിട്ട് കുട്ടിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. സോ നമ്മൾ ഓൺ ദ വേ ആണ് അക്ഷയനെ മീറ്റ് ചെയ്യാനായിട്ട്. സോ മിനി പറഞ്ഞു നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടെന്ന്. ഇപ്പം നമ്മളൊരു നല്ലൊരു ബേക്കറിയിലൊക്കെ നിർത്തി ഇതാ ഒരു കേക്കാണ് വാങ്ങിയിരിക്കുന്നത്. മിനിയുടെ ഒരു പേഴ്സണലൈസ്ഡ് ടച്ചൊക്കെ ഉണ്ട്, 2 ഹാർട്ടും ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത്. നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഏതായാലും ഇനിയും നമ്മുടെ ജേർണി കുറച്ചധികം തന്നെ ഉണ്ട്, കുറച്ചേ എത്തിയിട്ടുള്ളൂ. സോ എ ലോങ് ജേർണി അഹെഡ്. ഒരു കൺഫ്യൂഷൻ ഉണ്ട്. മെയിൽ വന്നു അവരുടെ റിപ്ലൈ, വീഡിയോ അലൗഡ് കാരണം അവരുടെ ഒരു മീഡിയ പേഴ്സണിന്റെ കൂടെ നമുക്ക് വീഡിയോ അലൗഡ്. ഏതായാലും ഇവിടെ വരെ വന്നത് ഏതായാലും നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. ഇത്രയും കിലോമീറ്റർ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഓടിച്ച് വന്നിട്ടല്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾ ദ വേ ഫ്രം ബാംഗ്ലൂർ മണിക്കൂറോളം യാത്ര ചെയ്ത് ഇവിടെ അവസാനം പാലക്കാടുള്ള ഈ സ്ഥലത്ത് എത്തിയേക്കുവാണ്. വേൾഡ് വിഷൻ, അതിൻ്റെ ബോർഡ് കാണാം.
ഇവരും ആദ്യമായിട്ടാണ് ഇവിടെ എത്തുന്നത്. ദോ എല്ലാ കോർഡിനേഷൻ വർക്കും ഓൺലൈൻ ചെയ്യുന്നുണ്ട്, ഫോണിലൊക്കെ സംസാരിക്കുന്നുണ്ട്, അതെല്ലാം ഉണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഇവരും ഈ സ്ഥലത്ത് എത്തുന്നത്. അതിൻ്റെതായ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. സോ ഇപ്പോൾ അവരുടെ ഒഫീഷ്യൽ മിസ്റ്റർ യോഹന്നാൻ പറയുന്നത് മീഡിയ അവർക്ക് ക്യാമറ കണ്ടപ്പോൾ തന്നെ അവർ പറഞ്ഞു സ്റ്റോപ്പ് ഷൂട്ടിംഗ് എന്നുള്ളത്. സോ ആസ് പെർ പെർമിഷൻ അലൗഡ് അല്ല. ഒരുപാട് കുട്ടികൾ ഇവിടെ താമസിക്കുന്നുണ്ട്, ഒരുപാട് സ്പോൺസേഴ്സ് ഉണ്ട്. സോ ഇവരുടെ ഒരു മീഡിയ ഡിപ്പാർട്ട്മെൻറ്റ് മെയിലിൽ നേരത്തെ മിനി എന്നെ മെയിൽ കാണിച്ചു തരുന്നില്ല, മെയിലിലും ഇത് തന്നെയാണ് പറയുന്നത്. ഒരുപാട് ആൾക്കാരുള്ള സ്ഥിതിക്ക് അവർക്ക് പ്രോട്ടോക്കോൾ ഉണ്ട്. അവരുടെ പെർമിഷൻ എടുത്ത് മീഡിയ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ അവരുടെ സഹായത്തോടെ നമുക്ക് കുട്ടീനെ മീറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന്. സോ ഇപ്പം ഏതായാലും നമ്മൾ വന്ന ഒരു എഫേർട്സ് ഇൻ വെയിനാണ്. കുട്ടീനെ കാണാൻ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ട് ഇപ്പോഴും പെൻഡിങ് ആണ്. ഏതായാലും മിനി ആൻഡ് ഹസ്ബൻഡ് മോളും ഉള്ളിൽ പോയി അവരോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും ഒന്ന് നമ്മളെ കുട്ടീനെ കാണിക്കുമോ എന്നുള്ളൊരു റിക്വസ്റ്റിൽ പോയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ചൈൽഡ് പ്രൊട്ടക്ഷൻ പോളിസി ഡോക്യുമെൻ്റ്. നമുക്ക് വീഡിയോ എടുക്കാൻ ഇപ്പോൾ പറ്റില്ല. നിങ്ങൾ ചെന്നൈ ഓഫീസിൽ ഞങ്ങളുടെ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുന്നതായിരിക്കും നല്ലത്. സോ ഞങ്ങൾ ഓൾ ദ വേ ഫ്രം ബാംഗ്ലൂർ വന്നേക്കുന്നതാണ്. ദാറ്റ്സ് ട്രൂ, ഐ നോ ഇറ്റ്. എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേങ്കിൽ ഞങ്ങളുടെ ചൈൽഡ് പ്രൊട്ടക്ഷൻ പോളിസി വെച്ച് അവരാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് സോ ഒരു അൺസക്സസ്ഫുൾ അറ്റംപ്റ്റ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ ഇതാണ് യോഹന്നാൻ സർ, ഇവിടുത്തെ ഈ ഒരു യൂണിറ്റ് മാനേജ് ചെയ്യണ അദ്ദേഹമാണ്. സോ ഞങ്ങൾക്ക് ആക്ച്വലി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ പോളിസീസും നമുക്ക് വേൾഡ് വിഷൻ്റെ ചൈൽഡ് പ്രൊട്ടക്ഷൻ പോളിസി, ബിഹേവിയർ പ്രോട്ടോക്കോൾ അങ്ങനെ പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് തന്നെ നോ അൺഅനൗൺസ്ഡ് വിസിറ്റ്സ് ഓഫ് ചിൽഡ്രൻ ബൈ സ്പോൺസേഴ്സ് വിസിറ്റേഴ്സ് വിൽ ബി അലൗഡ് എന്നുള്ള കാര്യം. സോ നമുക്കറിയാം, എന്നാലും എന്താ പറയുക, മിനിയുടെ ഒരു ആഗ്രഹമായിരുന്നു ഈ കുട്ടീനെ നേരിട്ട് കണ്ട് ഒരു സർപ്രൈസ് കൊടുത്ത് ഹാപ്പി ആക്കണമെന്ന്. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പ്ലാൻ ചെയ്താണ് വന്നത്. ഒരു ലോങ് ജേർണി അവസാനിക്കുന്നത് ഇവിടെയായിരുന്നു. ഇതിങ്ങനെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ പിന്നെ എന്താ പറയുക, അതൊരു ബിക്കോസ് ഇത്രയും 5 വർഷമായിട്ട് സ്പോൺസർ ചെയ്യുന്ന ഒരു കുട്ടിയാണ്. നേരിട്ട് ആദ്യമായിട്ടായിരുന്നു കാണാനുള്ള ഒരു ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് കൊണ്ട് മിനി ഭയങ്കര ഒരു ഹാപ്പി മൂഡിലായിരുന്നു. സോ ഏതായാലും അവിടുത്തെ പ്രൊസീജിയേഴ്സ് ഇനി അവർ പറയുന്നത് മീഡിയ ഡിപ്പാർട്ട്മെൻറ്റിനെ കോൺടാക്ട് ചെയ്യണം. ചെന്നൈയിലാണ് അവരുടെ ഓഫീസും കാര്യങ്ങളും, ഇവർക്ക് അതിന് അതോറിറ്റി ഒന്നും ഇല്ല. സോ ഇനി ഒരു പക്ഷേ ആ ചാനലിൽ കൂടെ പോയാൽ അടുത്തത് എന്താവുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം. സോ അതിൻ്റെ ഉള്ള ഡീറ്റെയിൽസും അഡ്രസ്സും ഫോൺ നമ്പേഴ്സും എല്ലാ ഡിസ്കഷനുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ എന്താ പറയുക, ടാസ്കിൻ്റെ കാര്യത്തിൽ ഒരു ബ്യൂട്ടിഫുൾ തോട്ടായിരുന്നു. പക്ഷേ ഇത് ടാസ്ക് അവസാനിച്ചോ എന്ന് ചോദിച്ചാൽ അവസാനിച്ചിട്ടില്ല. ബാക്കിയുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. സോ ടാസ്ക് പകുതി വഴിക്ക് വെച്ച് നിൽക്കുകയാണ്. പക്ഷെ എനിക്കിപ്പോഴും ഒരു കാര്യം എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം, പലപ്പോഴും നമ്മുടെ എപ്പിസോഡുകളൊക്കെ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തുനിന്നുള്ള പ്രേക്ഷകരുടെ ഒപ്പീനിയനിലൊക്കെ പലരും പറയുന്ന ഒരു കാര്യം, ഞാനിപ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഉള്ള കമൻറ്റുകൾ കാണുമ്പോൾ അറിയുന്ന ഒരു കാര്യം, പലരും പറയാറുണ്ട് ഇവരൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിലുള്ളൊരു ടാസ്ക് ചെയ്ത് കഴിയുമ്പോൾ പലരും അതിന് താഴെ കമൻറ്റ് ചെയ്യാറുണ്ട്. 1 കോടി ഫ്ലാറ്റും കിട്ടുമെന്ന് പറയുമ്പം ഇവളുമാരിങ്ങനെ പലതും ചെയ്യും, അല്ലാതെ ഇവരിൽ എത്ര പേര് എന്ത് ചെയ്യാൻ തയ്യാറാവും എന്നുള്ളതൊക്കെ നമുക്കറിയാം എന്ന് പറഞ്ഞ് അത് ഡീഗ്രേഡ് ചെയ്യുന്ന ഒരുപാട് കമൻറ്റുകൾ നമ്മൾ കാണാറുണ്ട്. അതിന് കറക്റ്റായിട്ടുള്ളൊരു മറുപടിയാണ് മിനി ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മിനി ഇപ്പോൾ നമുക്ക് കാണിച്ചു തന്ന ഒരു എക്സാമ്പിളാണ് ഡെഫിനറ്റ്ലി. കാരണം ഇത് മിനി റിവീൽ ചെയ്യണം നമ്മളോട് ആഗ്രഹിച്ചൊരു കാര്യമല്ല, പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ തട്ടിക്കൂട്ടിയൊരു കാര്യമല്ല. 5 വർഷമായിട്ട് ഈവൻ ആദ്യം ഹസ്ബൻഡ് പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ, അങ്ങനെ മിനി സ്വന്തമായിട്ട് ചെയ്തൊരു കാര്യമാണ്. അതിനുള്ള ഒരു അപ്രീസിയേഷൻ അതെന്തായാലും ഡെഫിനറ്റ് ആയിട്ടും ഉണ്ട് മിനി. കൺഗ്രാജുലേഷൻസ്.
എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, വർക്കിലൊരു സെറ്റിൽഡ് ആയി ഇപ്പം തോന്നിയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും ആയിട്ട് അശ്വിൻ ഇങ്ങനെ ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. അവനാണ് എന്നോട് ആദ്യം പറയുന്നത്. അപ്പോൾ എനിക്കും തോന്നി ചെയ്യണം തോന്നിയിട്ട് കല്യാണത്തിന് മുമ്പാണോ? ഇല്ല, ഇത് ഞാൻ 2012 തുടങ്ങിയതാണ്. മോളുണ്ട്, പക്ഷെ മോളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മോൾക്ക് പറയാതിരിക്കാനുള്ള കാര്യം വേറെ ഒന്നുമില്ല, മോൾക്ക് അത് അറിയാനുള്ള ഒരു മെച്യൂരിറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. മോൾക്ക് ഇപ്പോൾ 8 വയസ്സാണ്, ആ മോൾക്ക് 10 വയസ്സാണ്. അപ്പൊ ഫെമർ തന്നെ 2 വർഷം കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. കമ്മിങ് ബാക്ക് ടു ദ ടാസ്ക്, നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പം ഇനി എങ്ങനെയാണ് ആ ടാസ്ക് ലീവ് ചെയ്യാണോ? എന്താണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ്? എന്താണ് ഇത്? ഞാൻ ടാസ്കിൽ ലീവ് ചെയ്തിട്ടില്ല. ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് മോളെ ഒന്ന് കാണണം എന്നുള്ള കാര്യം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ചൈൽഡ് പ്രൊട്ടക്ഷൻ പോളിസി പ്രകാരമാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സും ഫോർമാലിറ്റീസും ഉള്ളതുകൊണ്ടാണ് അവരിവിടെ വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. മിനിറ്റ് ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ, കുട്ടിയെ കാണാൻ പറ്റുമോ എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യമാണ്. എന്തായാലും വേൾഡ് വിഷനിൽ നിന്ന് മിനിയെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഭാരവാഹികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ വേൾഡ് വിഷൻ എന്ന ഒരു അസോസിയേഷന്റെ ഭാരവാഹികളാണ് ഇവർ. ഒന്ന് പരിചയപ്പെടുത്താമോ ഞങ്ങൾക്ക്? എൻ്റെ പേര് സോണി വർഗീസ് തോമസ്. ഐ എം എ ഗ്രൂപ്പ് ഡയറക്ടർ ഹെഡിംഗ് റിസോഴ്സ് മൊബിലൈസേഷൻ ആൻഡ് പബ്ലിക് എൻഗേജ്മെന്റ് ഫോർ വേൾഡ് വിഷൻ ഇന്ത്യ. എൻ്റെ കൊലീഗ് എൻ്റെ പേര് യോഹന്നാൻ സാമുവൽ. ഞാൻ പാലക്കാട് ഓഫീസിൽ സ്പോൺസർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യും. ഇതുപോലെ ഒരുപാട് പേര് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികളെ സ്പോൺസർ ചെയ്യുന്നുണ്ട് അല്ലേ? യെസ്. ഏകദേശം എത്ര കുട്ടികളുടെ കാര്യങ്ങൾ അങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്? വേൾഡ് വിഷൻ എന്ന് പറയുന്ന സ്ഥാപനം ഇന്ന് ലോകത്തിൽ ഏകദേശം 33 കോടി പിള്ളേർക്ക് ബെനിഫിറ്റ് വരുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഗുഡ് ഹെൽത്ത്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, അതുപോലെ ചൈൽഡ് പ്രൊട്ടക്ഷൻ എന്നിങ്ങനെ പല മേഖലകളിലായിട്ട് ഞങ്ങളുടെ പ്രവർത്തനം ചെയ്തുകൊണ്ടുവരുന്നു. എന്താണ് ഒരു സ്റ്റാറ്റസ്? നമുക്ക് അക്ഷയെ ഒന്ന് കാണാനുള്ള എന്തെങ്കിലും അവസരം കിട്ടുമോ? അല്ല, കുട്ടികൾ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചൈൽഡ് പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് ഏറ്റവും വലിയ കാര്യം. പിന്നെ ഞങ്ങൾക്ക് മിനി കഴിഞ്ഞ 5 വർഷമായിട്ട് കണ്ടിന്യൂസ് സ്പോൺസർ ചെയ്യുന്നു. പിന്നെ മിനിയുടെ ഇൻറ്റൻഷൻ വളരെ ഒരു പോസിറ്റീവ് വേയിലായതുകൊണ്ട് കുട്ടിയെ കാണിക്കാവുന്ന ഒരു ധാരണയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. മിനിക്ക് ഏകദേശം ഞങ്ങളിവിടെ വരുന്ന ഈ കാര്യങ്ങളെല്ലാം വളരെ ഒരു സർപ്രൈസ് തന്നെയാണ്. കാരണം പുള്ളിക്കാർക്ക് അറിയില്ല. വി ജസ്റ്റ് തോട്ട് ആഫ്റ്റർ എ ലോട്ട് ഓഫ് ഡിസ്കഷൻ, കാരണം എൻ്റെ കൊലീഗ് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് വി ഹാവ് എ സ്ട്രിക്റ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ പോളിസീസ് ആൻഡ് തിങ്സ് ഇൻ പ്ലേസ്. പക്ഷേങ്കിൽ ഒരു കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ള ഒരു ഇൻറ്റൻഷനിലല്ല ഞങ്ങൾ വന്നത്. ബേസിക്കലി മിനിയുടെ അത്രയും ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് ഈ കുട്ടിക്കായിട്ടുണ്ട്, വേൾഡ് വിഷന് വേണ്ടിയുണ്ട്. അതേ സമയത്ത് മറ്റുള്ളവർക്കും ഇതൊരു പ്രോത്സാഹനമായി തീരട്ടെ. സോ വി നീഡ് മോർ ആൻഡ് മോർ മിനീസ് to come forward and sponsor and be part in this particular journey. So വേൾഡ് വിഷൻ്റെ ഈ പ്രവർത്തനത്തിൽ മിനി ചെയ്യുന്ന പോലെ പലരും ചേരണം എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. അപ്പം ആ ഒരു ഓപ്പർച്യൂണിറ്റി, ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് പലരെയും വെൽക്കം ചെയ്യാം എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഓർത്തുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ കടന്നു വന്നത്. തീർച്ചയായിട്ടും അതിന് ആദ്യത്തെ ഒരു കൈ ഞാൻ കൊടുക്കുന്നു. താങ്ക് യു. ആക്ച്വലി ഇത് ഇങ്ങനൊരു കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് നമ്മളൊന്നും ഈ ഒരു പെർസ്പെക്റ്റീവിലേക്ക് ഒരു പക്ഷേ ആരും പോയിട്ടുണ്ടാവില്ല. ഇത് തുടങ്ങിയപ്പോഴാണെങ്കിലും ഇപ്പം അശ്വതി പറഞ്ഞ പോലെ എല്ലാവരും ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ബേസിക്കലി കമൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ ടി വിയിൽ ഫെയിമിന് വേണ്ടി ആർക്കും വേണ്ടി എന്താണ് ചെയ്യാം, അതിനുവേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നൊക്കെ. പക്ഷേ ഷി ഹാസ് ബീൻ ഡൂയിങ് ഇറ്റ് ഫോർ ദ ലാസ്റ്റ് 5 years. ആൻഡ് അഗെയിൻ ഇന്ന് ഫ്ലവേഴ്സ് എന്ന ചാനലിനും ഇതിനൊരു ഭാഗമാവാൻ അല്ലെങ്കിൽ ഇത് പുറം ലോകത്തോട് പറയാനൊരു വേദി ഒരുങ്ങി. അത് ഇറ്റ്സ് നോട്ട് പ്ലാൻഡ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത്. അബ്സല്യൂട്ട്ലി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അറിയാമല്ലാതെ പെട്ടെന്ന് മിനിക്ക് ഒരു ടാസ്ക് കിട്ടിയപ്പോൾ മിനി ക്രൂ ആയിട്ട് ഞങ്ങളുടെ ഓഫീസിൻ്റെ അവിടെ വന്ന് കുട്ടിയെ കാണണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് വളരെ സ്ട്രിക്റ്റ് പോളിസീസ് ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ സ്റ്റാഫ് അത് അലൗ ചെയ്തില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ നാഷണൽ ഓഫീസ് ചെന്നൈയിലാണ്. അവിടെ സംസാരിച്ച് സ്പോൺസർഷിപ്പ് ടീം അതുപോലെ മീഡിയ ടീം എല്ലാവരോടും സംസാരിച്ചാണ് പിന്നെ വി തോട്ട് ഐ തിങ്ക് ഇറ്റ് ഇസ് എ ഗുഡ് പ്ലാറ്റ്ഫോം. നിങ്ങളെപ്പോലെ ഈ ഫ്ലവേഴ്സ് ചാനൽ ഇങ്ങനെ ഒരു നല്ല കാര്യങ്ങൾ നടത്തുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഒരു വേദിയിൽ ഇതിങ്ങനെ വി ക്യാൻ കം ആൻഡ് ഷോ കേസ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞങ്ങൾ മദ്രാസിൽ നിന്നും പാലക്കാടിൽ നിന്നും ഒക്കെ ഇവിടെ വന്നത്. യു ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. സർ, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി.
കാരണം ഈ ഒരു ആക്ട് കണ്ട് ഈ ഒരു ടാസ്ക് കണ്ടപ്പോൾ തന്നെ ഹാഫ് വേ ത്രൂ അത് നടക്കില്ല എന്ന് ഒരു ഡൗട്ടിലാണ് അവർ ബാംഗ്ലൂരിൽ നിന്ന് ദേ സ്റ്റാർട്ടഡ് ഫോർ പാലക്കാട് എത്തി ഓൾമോസ്റ്റ് അബൌട്ട് ടു റീച്ച് ദേ ഗോട്ട് എ മെയിൽ സെയിങ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. സ്റ്റിൽ ഷീ വെൻഡ് ഹെഡ്. ഞാൻ ആലോചിച്ചിരുന്നു ഇത്രയും എഫേർട്ട് മിനി എടുത്തു, നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും രീതിയിലൊരു സപ്പോർട്ട് മിനിക്ക് കിട്ടണം എന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ജെന്യുവൻലി ആഗ്രഹിച്ചിരുന്നു. വെരി ഹാപ്പി ഫോർ ദാറ്റ്. അപ്പൊ നമ്മൾ ആരും കാണാത്ത അക്ഷയെ നമുക്ക് കാണണ്ടേ? കാണണോ? കാണണോ? സോ പ്ലീസ്. യെസ് ഷുവർ. അക്ഷയ്, കൺമണി കുഞ്ഞിന് പൊട്ടുകുത്താം നല്ല ചന്ദന പൂമണി പന്തലിട്ട് ആടിവാമുകിലെ നീയാലോലം പിഞ്ചിളം പദമായി മായാലോലം അമ്പിളി പോൽ നെഞ്ചിൽ ചേർത്തു വെച്ച് ഇന്നും പുഞ്ചിരിപ്പാലമൃതായി രാരീരം കണ്ണിലെന്നും. അക്ഷയ്കുട്ടി എന്താ വിളിക്ക? ആന്റി എന്താ വിളിക്ക? ആന്റി എന്നാണോ വിളിക്ക? സന്തോഷമായോ മിനി ആന്റി കണ്ടിട്ട്? ഫോട്ടോസ് കണ്ടിട്ടുണ്ടായിരുന്നോ നേരത്തെ? മിനി ആന്റിയുടെ ഫോട്ടോസ് ഒന്നും കണ്ടിട്ടില്ല? ഇല്ല. ഒരു അനീതി കുട്ടിയെ കണ്ടോ? അങ്കിളിനെ കണ്ടോ? ഹാപ്പി ആയോ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഫോർത്തില്. 2 വയസ്സിന്റെ വ്യത്യാസം. അക്ഷയ ഇവിടെ ആന്റി മാത്രല്ല കേട്ടോ, ഇനി ഞങ്ങളും ഉണ്ട് കേട്ടോ. തങ്കത്താമര നൂലിന്റെ പാവു ചുറ്റി ചുണ്ടിൽ ചന്തമിഴുന്നൊരു കുഞ്ചലിട്ട് നീളെ വാ നിനവേ നീയാലോലം പിഞ്ചിളം പദമായി മായാലോലം. അപ്പൊ നമുക്കൊരു പുതിയ കൂട്ടുകാരിയെ കിട്ടിയിട്ടുണ്ട്, ഒരു കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വീട്ടമ്മമാരെല്ലാരും ചേർന്ന് ഏറ്റെടുത്ത് കഴിഞ്ഞു ആളെ. എന്നിട്ട് പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? മിടുക്കിയാണോ? പെയിന്റ് ചെയ്യോ? ആന്റിക്ക് പെയിന്റ് ചെയ്തൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഒരു വീടൊക്കെ വരച്ച് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പെയിന്റ് ചെയ്യാറുണ്ടോ? ആണോ? എന്താ ഇഷ്ടം? പെയിന്റ് ചെയ്യുന്നതാണോ, പാട്ട് പാടുന്നതാണോ, ഡാൻസ് ചെയ്യുന്നതാണോ? എന്താ ഇഷ്ടം? എല്ലാം ഇഷ്ടമാണോ? എന്നാ നമുക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ഒരു പാട്ട് പാടി തരുമോ? ശരി, എന്നാ നമുക്കൊരു പാട്ട് കേൾക്കാം അല്ലേ? അക്ഷയ മോളുടെ വക ഒരു നല്ല പാട്ട്, നന്നായിട്ടൊന്ന് കൈയടിച്ചേ. എങ്ങോ ഞാൻ എൻ്റെ മുറ്റത്തൊരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു, കണ്ണീർ തേവി നനച്ചു കിനാവിൻ്റെ പൊൻതൂവൽ കൊണ്ടു പന്തലിട്ടു, മിണ്ടാതെത്തിയ കാത്തൊരു കൗതുകം കൊണ്ടാവലിലൊന്നു നട്ടു, 2ാം നാളിൻ്റെ ജീവനമുട്ട എന്നെ വന്ന് കൊട്ടു, ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടേട്ടു. നന്നായിട്ട് പാടിട്ടോ, പിടിക്കാണേ. മീക്കുട്ടിക്ക് ഒരു പാട്ട് പാടണമെന്ന് തോന്നിയോ? അത് ചേച്ചി പാടിയോ? മീക്കുട്ടിക്ക് ഒരു പാട്ട് പാടോ പ്ലീസ്. മീക്കുട്ടിയുടെ വക ഒരു പാട്ട് ഇല്ലേ? അയ്യോ, മീക്കുട്ടിക്ക് അക്ഷയ ചേച്ചിക്ക് ഒരു ഉമ്മ കൊടുക്കണം എന്ന് പ്ലീസ്. നമ്മളെല്ലാരും സമ്മതിച്ചാലേ കൊടുക്കുള്ളൂ. നമ്മൾ സമ്മതിച്ചിരിക്കും. നല്ലൊരു കൊടുത്തേ. ഇഷ്ടപ്പെട്ടോ ചേച്ചി? ഇഷ്ടപ്പെട്ടോ? ആണോ? നല്ല ഇഷ്ടായോ? അക്ഷയ്ക്ക് ഈ കൂട്ടത്തിൽ ആരെയും ഇഷ്ടപ്പെട്ടെ? ആന്റി ആണോ, അങ്കിളിനെ ആണോ, മിയക്കുട്ടിയാണോ കൂടുതൽ ഇഷ്ടം? എനിക്ക് എല്ലാവരും ഇഷ്ടം. എല്ലാരെയും ഇഷ്ടമാണ്. അയ്യോടാ, സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. മിനി, ഹാറ്റ്സ് ഓഫ് യു. ഞാൻ മിനിയുടെ അടുത്തല്ല, മൊത്തത്തിൽ പറയുവാണ്. ഇപ്പം ഇങ്ങനൊരു ഒരു ടാസ്ക് ആയിട്ടല്ല മിനി ഇത് ചെയ്തേക്കുന്നത്. അത് ശരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ വേറെ ഏതൊരു റിയാലിറ്റി ഷോയിലാണെങ്കിലും ഒരാൾ കുറച്ച് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ ബാക്കി എല്ലാവരും ഭയങ്കര അസൂയയോടെ നോക്കും. ഒരു ചെറിയ കുശുമ്പ് ഉള്ളിൽ വരും.
അയ്യോ ഇവളെന്താ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത്, എനിക്കിത് തോന്നിയില്ലല്ലോ എന്നുള്ള കുശുമ്പ് എന്തായാലും വരും. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള 19 അമ്മമാരെന്ന് പറയട്ടെ, ഒരു അമ്മയുടെ മനസ്സ്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ മനസ്സിലും ആ കണ്ണീര് വന്നു. ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും ഒരു കുശുമ്പോ അങ്ങനെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഇവളെന്താ ഇങ്ങനെ ചെയ്തേ, ഇത് ടാസ്കിന് വേണ്ടി ചെയ്തു എന്നൊരു തോന്നൽ ഒരാൾക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമാണ് ഇവിടെ ഇരിക്കുമ്പോൾ ശരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ മലയാളി വീട്ടമ്മ എന്നുള്ള ഒരു പേര് അല്ലെങ്കിൽ ഈ ഒരു റിയാലിറ്റി ഷോ അന്വർത്ഥമാകുന്നത് ഇവിടെയാണ്. താങ്ക് യുടാ, താങ്ക് യു. ഇപ്പം അവിടെ നിന്ന് കണ്ടസ്റ്റൻസ് പറഞ്ഞ ആ ഒരു പോയിന്റ് എനിക്ക് വളരെ ടച്ചിങ് ആയിരുന്നു. കാരണം ഐ നോ ദിസ് ഇസ് എ കോമ്പറ്റീഷൻ, ബട്ട് ഐ തിങ്ക് our presence here is not to support any competition or one thing, but the buy-in that all of you had. നിങ്ങളെല്ലാവരും ഒരുപോലെ 19 വീട്ടമ്മമാരും ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്ത് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. ഇന്ന് നിങ്ങൾ 19 പേർക്കും ഇതുപോലെ ഓരോ അക്ഷയയ്ക്ക് നിങ്ങൾക്കൊരു ജീവിതം കൊടുക്കാൻ പറ്റും. അതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും മിനിയെ പോലെ തന്നെ ഇതുപോലെ ഒരു ജേർണിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ഒരു കാര്യം കൂടി ക്ലിയർ ചെയ്യാനുണ്ട്. ഇപ്പൊ കുട്ടികളിപ്പം ഓർഫൻസ് ആവണം എന്നില്ല, കുട്ടികൾക്ക് പേരൻസ് അവരുടെ കൂടെ ജീവിക്കുന്നവരാണ്, പക്ഷെ അവരുടെ സിറ്റുവേഷൻ ഡിമാൻഡ്സ്, അതുകൊണ്ട് നമ്മളൊരു സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള അതാണ്. അല്ലാതെ അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അതിന്റെ ഭാഗത്ത് വരാൻ പാടില്ല. Absolutely. This is not child adoption. Okay, I want to make it very clear. ഇതൊരു ചൈൽഡ് അഡോപ്ഷൻ അല്ല, പക്ഷേ ഇറ്റ് ഇസ് എ സ്പോൺസർഷിപ്പ്. അതേപോലെ ആ ചൈൽഡ് ഓർഫൻസ് അല്ല, ഓർഫൻസ് ആയ കുട്ടികളും ഉണ്ട്, ഓർഫൻസ് അല്ലാത്ത കുട്ടികളും ഉണ്ട്. സോ ഇറ്റ് ഇസ് എ മിക്സ് ഓഫ് ചിൽഡ്രൻ ദാറ്റ് ഇസ് അവൈലബിൾ ഇൻ ദ പ്രൊഫൈൽ. അപ്പം ഇപ്പൊ അക്ഷയെ ഇങ്ങോട്ടേക്ക് വിടാമെന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഇവരുടെ കൂടെ അക്ഷയെ നമ്മുടെ അടുത്തേക്ക് വിട്ട മറ്റു 2 പേരും കൂടി ഉണ്ട്. അക്ഷയുടെ അച്ഛനും അമ്മയും അക്ഷയുടെ പേരൻസിനെ കൂടെ നമ്മൾ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്താണ് പേരെന്താണ്? പ്രിയ. ഹസ്ബൻഡ് രാജേഷ്. പാലക്കാടാണ്. പാലക്കാടാണ് സ്ഥലം. എന്താ ചെയ്യുന്നേ? ഞാൻ വർക്ക്ഷോപ്പിലാണ്. ഇളയ ഒരാൾ കൂടി ഉണ്ട്. അഞ്ജന. 2 മക്കളാണോ? മോളിൽ എത്ര വയസ്സായി? 7 വയസ്സ്. ഓക്കെ. അപ്പൊ മിനിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരുന്നു, ഇങ്ങനെ ഒരു സ്പോൺസർ ഉണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പൊ മിനിയെ കാണണം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ? തോന്നിയിട്ടുണ്ട്. എന്താ പറയാനുള്ളത് ഇപ്പൊ മിനിയുടെ അടുത്ത്? എന്താ പറയണമെന്ന് പറ്റണില്ല. സന്തോഷം, പ്രാർത്ഥന മതി അല്ലേ? മിനിക്കും അത് മതി. മിനിയുടെ ടാസ്ക് ഇവിടെ വെച്ച് അതിമനോഹരമായി കംപ്ലീറ്റ് ആവാണ്. പക്ഷെ അതിന് മുൻപ് മിനിയുടെ ഹസ്ബൻഡിനെ നമ്മൾ ഒരിക്കൽ കൂടി ഇൻവൈറ്റ് ചെയ്യുന്നു. ആൾ ഇതിനിടയ്ക്ക് ചെറുതായിട്ടൊന്ന് മുങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എങ്ങാനും അക്ഷയ വന്നാലോ എന്നുള്ളൊരു പ്രതീക്ഷയുടെ പുറത്ത് അവർ കരുതി വെച്ചിരുന്ന ഒരു സമ്മാനം എടുക്കാൻ പോയതാണ്. പ്ലീസ്. ടാസ്ക് കംപ്ലീറ്റ് ആയോ മിനി? കംപ്ലീറ്റ് ആയി. ഈ ഒരു ടാസ്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. പക്ഷെ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ തുടരും അല്ലെ, തുടർന്നുകൊണ്ടിരിക്കും. അത് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആവട്ടെ. വേൾഡ് വിഷൻ ഇന്ത്യ സംഘടനയുടെ സർവായിട്ട് ഒരു ചെറിയ ഒരു കോംപ്ലിമെൻറ്റ് ഞങ്ങളുടെ സ്പോൺസറായിരിക്കുന്ന മിനിക്ക് കൊടുക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മിനി പ്ലീസ് അക്സെപ്റ്റ് ഇറ്റ്. താങ്ക് യു. സോ ഒരുപാട് സന്തോഷം എന്നോ എന്തായി ഒരു ഫീലിംഗ് എന്നോ പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടെയുള്ള നമ്മളെല്ലാവരും. ഇതൊരു മാർക്ക് വാങ്ങേണ്ട ഒരു എന്താണ് പെർഫോമൻസ് ആണോ എന്നുള്ളത് ഡെഫിനറ്റ്ലി അങ്ങനെ ചോദിച്ചാൽ അല്ല. പക്ഷെ ഇതൊരു കോമ്പറ്റീഷൻ ആയതുകൊണ്ടും അതിൻ്റെ ഭാഗമായതുകൊണ്ടും മാത്രം ഒരു ഫോർമാലിറ്റിക്ക് നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ്? ഒന്നും പറയാനില്ല. കാരണം പറയേണ്ടതെല്ലാം ഞങ്ങളും നിങ്ങളും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ചില കാര്യങ്ങൾ പറയാൻ സാധിക്കില്ല, അത് മനസ്സിൽ തന്നെ ഇരിക്കും. പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ അത് നമ്മൾ ഇമോഷണൽ ആകും, ഒരു ഇമോഷണൽ ഡ്രാമയാകും. തീർച്ചയായും എക്സ്പ്രസ് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ മിനിയുടെ ആ ഒരു എഫേർട്ട് കണ്ടിരുന്നു നമ്മളെല്ലാവരും. ആൻഡ് ഹാഫ് വേ ത്രൂ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹാഫ് വേ ത്രൂ അത് നടക്കില്ലെന്ന് അറിഞ്ഞിട്ടും നമുക്ക് ഒന്നും കൂടെ പോയി നോക്കാം എന്ന് മിനി തീരുമാനിച്ചു. ദൈവം കൂടെയുണ്ട് എന്ന് മനസ്സിലായത് ഇന്ന് ഈ കുഞ്ഞ് സ്റ്റേജിൽ വരാൻ സാധിച്ചപ്പോഴാണ്. വെൽ ഡൺ മിനി. ഓക്കെ, ഗോഡ് ബ്ലെസ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഒരു
പ്രൊസീജിയർ ഇങ്ങനെയാണ്. ഒരു ടാസ്ക് കൊടുക്കുക, അത് കംപ്ലീറ്റ് ചെയ്യുക, അത് കഴിയുമ്പോൾ നമ്മുടെ കണ്ടസ്റ്റന്റിനോട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ആ പ്രൊസീജിയറിന് ഇവിടെ മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഇവരെല്ലാവരും കുറച്ച് സമയത്തേക്ക് സീറ്റിലേക്ക് വിടാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് മിനിയെ കുറച്ച് സമയം ഇവിടെ തന്നെ വിടാം. അത് കഴിയുമ്പോഴേക്കും വീണ്ടും ജോയിൻ ചെയ്യും. മിനി, യെസ് മാം. ഐ വോണ്ട് ടു ആസ്ക് യു വൺ ക്വസ്റ്റ്യൻ. ഷുവർ. നിങ്ങൾ സ്പോൺസർ ചെയ്തത് കറക്റ്റാണ്. പക്ഷേ നിങ്ങളുടെ ഹസ്ബൻഡ് ഇതിനെ സമ്മതിച്ചില്ലെങ്കിൽ എന്തു ചെയ്യാമായിരുന്നു? അവർ സമ്മതിക്കാതിരിക്കില്ല. ഫെമർ ഒരിക്കലും സമ്മതിക്കാതിരിക്കില്ല. 100%. അതൊന്ന് സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഇതറിയുമ്പോൾ ഇതിൻ്റെ ഒരു കോസ്റ്റ് മനസ്സിലാക്കിയിട്ട് എന്തായാലും സമ്മതിക്കും. ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒരാളെങ്കിലും അറിയണമെന്നുണ്ടായിരുന്നു. എനിക്കെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ ഈ സൊസൈറ്റിക്ക് വേണ്ടി 3 കാര്യം ചെയ്യണം. ചെയ്യുവാണെങ്കിൽ എന്തു ചെയ്യും? സൊസൈറ്റിക്ക് വേണ്ടി 3 കാര്യങ്ങൾ. ഇനി ഫ്യൂച്ചറിൽ സമൂഹത്തിന് വേണ്ടി 3 നല്ല കാര്യങ്ങൾ ചെയ്യാന്നിരിക്കട്ടെ. എന്തായിരിക്കും ആ 3 കാര്യങ്ങൾ? ഒന്ന് ഭക്ഷണം കൊടുക്കുകയായിരിക്കും. വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ ഒരു പങ്ക് ഭക്ഷണം അതിന് കിട്ടാത്തവർക്ക് ഇന്നാളെന്നില്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാൻ, അതായിരിക്കും ഒന്ന്. പിന്നെ 2 വേസ്റ്റ് പുറത്ത് കളയാതിരിക്കും. ഇങ്ങനെ എവിടെ മുട്ടായി കഴിച്ചിട്ട് അവിടെ ഇടുക, ഇത് കഴിച്ചിട്ട് ഇവിടെ ഇടുക, അത് ചെയ്യാതിരിക്കും. പിന്നെ എൻ്റെ സമൂഹത്തിന് വേണ്ടി ഏറ്റവും നല്ലത് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ മോളെ ഞാൻ നല്ല രീതിയിൽ വളർത്തുക. അതാണ് ഞാൻ എൻ്റെ സമൂഹത്തിന് എനിക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം. പിന്നെ ആക്ച്വലി ഞാൻ കുറേ കരഞ്ഞു. സാധാരണ ഞാൻ കുറേ ചിരിക്കുന്ന ഒരാളാണ്. ഇന്ന് ഞാൻ കുറേ കരഞ്ഞു. ബിക്കോസ് ഇറ്റ് വാസൻറ്റ് വാട്ട് യു ഡിഡ് മിന്നി ചെയ്ത കാര്യം കൊണ്ടല്ല ഞാൻ കരഞ്ഞത്. ഞാൻ എനിത്തിങ് ടു ഡു വിത്ത് ചിൽഡ്രൻ എൻ്റെ കണ്ണിൽ കണ്ണീര് വരും. എസ്പെഷ്യലി ചിൽഡ്രൻ ഹു ആർ അണ്ടർ പ്രിവിലേജ്ഡ്. ആൻഡ് ഈ ഒരു കാര്യത്തിൽ ഇറ്റ് വാസൻറ്റ് അഡോപ്ഷൻ, ഇറ്റ് വാസ് സ്പോൺസർഷിപ്പ് അല്ലേ? യു ഡിഡ് സംതിങ്. ഈ വീട്ടമ്മയെ കയറിയിട്ടല്ല പോയി സ്പോൺസർ ചെയ്യാൻ ഓടിയതും അതും ഇത്. യു ഡിഡ് ദിസ് 5 വർഷം മുമ്പേ. സോ നമുക്ക് മിനിയുടെ മാർക്സിലേക്ക് പോവാം. മിനി. യെസ് മാം. മിനി ഇപ്പം മിക്സ്ഡ് ഇമോഷൻസ് ആണ്. ഇല്ല, മാർക്സ് എത്രയാണെങ്കിലും ഇത് മാർക്സിന് വേണ്ടി ചെയ്തൊരു കാര്യമല്ല. 100% അല്ല, മാർക്സിന് വേണ്ടി ചെയ്തതല്ല. അത് ഞങ്ങൾക്കും അറിയാം. നിങ്ങൾ എന്ത് കാണിക്കുന്നു അത് നിങ്ങളാണോ അല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം അങ്ങനെയായിരുന്നു ആ ഒരു വീഡിയോ, അങ്ങനെ ആയിരുന്നു. അല്ല നേരത്തെ പ്രീ പ്ലാൻഡോ അതൊന്നും അല്ല. മിനി ചെയ്തതൊരു വളരെ നല്ല കാര്യമാണ്. അത് ഞാൻ നേരത്തെ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിനി ചെയ്ത ഈ ഒരു കാര്യം ഒരു എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ്. ഇന്ന് അശ്വതിയുടെ കൂടെ ഞാനും ജോയിൻ ചെയ്യുന്നു. മിനിയുടെ കൂടെ ഞാനും എൻ്റെ ഫാമിലി ഒരു കുഞ്ഞിനെ സ്പോൺസർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ആൻഡ് മിനിയുടെ മാർക്ക് ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചു. ഇറ്റ്സ് 95/100. താങ്ക് യു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തൊക്കെയാണെങ്കിലും കോമ്പറ്റീഷൻസ് മാറ്റി വെച്ചിട്ട് അക്ഷയെ കാണാൻ പറ്റിയത് അത് പ്രൈസ്ലെസ് ആണ്, പ്രൈസ്ലെസ്. അപ്പോൾ അതിനൊരു പ്ലാറ്റ്ഫോം തന്നെ പറയുകയാണ് ഞാൻ, ഫ്ലവേഴ്സ് TV. അത് ഒരു നിമിത്തമായതിന് ഒരിക്കലും മറക്കില്ല. താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്രാണീശ്വരി, നിന്റെ ഏതൻ തോട്ടം എനിക്കു വേണ്ടി, 7ാം സ്വർഗം എനിക്കു വേണ്ടി. ഇഷ്ടപ്രാണീശ്വരി, നിന്റെ ഏതൻ തോട്ടം. സഞ്ജു എന്താ ഗ്യാസൂറ്റി ചേർന്ന് നിൽക്കുന്നേ? ഗ്യാസൂറ്റി അല്ല, ഞാൻ ഓർമ്മകളായി ഉറക്കുമായിരുന്നു. ഇവിടെ നിന്നോ? എന്ത് രസമായിരുന്നു ആ കാലമൊക്കെ അല്ലേ? ഏത് കാലം? ഇങ്ങനെ കത്തുകളൊക്കെ കാത്ത് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പണ്ട്. സഞ്ജു അങ്ങനെ കാത്തു നിന്ന കാലം കാണുമായിരിക്കും. ഞാനൊന്നും ജനിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. അശ്വതി ജനിക്കുന്ന കാലത്ത് 5 ലോട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടായിരുന്നു. അല്ല, ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു എന്ത് രസകരമായ എത്ര ഓർമ്മകളുണ്ടെന്ന്. ഇങ്ങനെ കത്തുകളൊക്കെ ഇപ്പൊ അങ്ങനെ സംഭവമേ ഇല്ല അല്ലേ? ഇപ്പൊ ആ പടയുള്ളത് ബില്ല്, ജപ്തി നോട്ടീസ്, സ്വർണ്ണപ്പണയത്തിന്റെ നോട്ടീസ്. അതെ, ഇങ്ങനെയുള്ള നോട്ടീസുകളും ആകെ ദുരിതവും
പക്ഷെ ഈയിടെ പറയുന്നുണ്ട് ഇപ്പോഴും മറ്റേ ആ പണ്ട് വരില്ലേ, ഇത് നിങ്ങൾ 10 പേർക്ക് എഴുതി അയച്ചു കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ കണ്ണു പൊട്ടിപ്പോവും, ലോറി കയറും, അങ്ങനെയുള്ള സാധനങ്ങൾ അതൊക്കെ ഇപ്പോഴും പക്ഷേ എന്നാലും അതുവരെ ഇപ്പൊ വാട്സാപ്പിൽ കയറിയിട്ടുണ്ടെന്നതാണ്. വാട്സാപ്പിലും ഫേസ്ബുക്കിലായി. പക്ഷേ നമ്മളിവിടെ ഈ പഴയ പല കാര്യങ്ങളും ഓർക്കുകയും അതിവിടെ നമ്മൾ അന്വർത്ഥമാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ പഴയ കാര്യങ്ങൾ, പഴയ ആചാരങ്ങൾ നമ്മളിവിടെ കൊണ്ടുവരുന്നുണ്ട്. ശരിയാ. അപ്പൊ ഇന്നും നമ്മൾ അതുപോലെ പുതിയ കുറെ കാര്യങ്ങൾ പഴയ രീതിയിൽ നമ്മൾ ചെയ്യാൻ പോവാണ്. അതെ, അടിപൊളി. നമുക്ക് അങ്ങോട്ടൊന്ന് പറയാം അല്ലേ? അപ്പൊ ആ ഇരിക്കുന്ന ഐറ്റം കണ്ടല്ലോ, ഇതല്ല അവിടെ ഇരിക്കുന്നത്, അത് കണ്ടല്ലോ. അപ്പൊ ആ പോസ്റ്റ് ബോക്സുമായിട്ട് ബന്ധപ്പെട്ട ചില ടാസ്കുകൾ ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അതെന്തൊക്കെയാന്നൊക്കെ അറിയാം. 4 വീട്ടമ്മമാരെ നമ്മൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അവർക്ക് വേണ്ടി നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ആലോചിച്ച് കണ്ടുപിടിച്ച ഒരു കിടിലൻ ടാസ്ക് പുറകെ വരും. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഇരകൾ ഇവരാണ്. മുഖത്തെ ചീരിയൊക്കെ ഇപ്പൊ മാറുന്നപ്പോ കണ്ടോണം. നമുക്ക് ടാസ്കിലേക്ക് പോവാം. ഡോണ്ട് യു സീ ദ ഐറണി എന്ന് പൃഥ്വിരാജ് ചോദിച്ചതുപോലെ ഇതിനകത്തൊരു കോമൺ സംഭവം ഉള്ളത് വെച്ചാൽ ഇവരുടെ എല്ലാവരുടെയും ഭർത്താക്കന്മാർ വിദേശത്താണ്. അപ്പൊ ഇവർ 4 പേരും ഒരു ഇല്ലന്റുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അല്ല ഇവര് പലർക്കും. നിങ്ങൾ ഹസ്ബൻഡ്സിന് എപ്പോഴും കത്തെഴുതാറുണ്ടോ? ഇല്ല, എഴുതിയിട്ടുണ്ടോ? അതല്ല ദിനിജ എഴുതിയില്ലേ? ഒന്ന് എങ്ങനെയത്? ഭർത്താവിന് വീട്ടിലെ വിശേഷങ്ങൾ, കുറച്ച് സ്നേഹം, കുറച്ച് സങ്കടം എല്ലാം കൂടി കലർത്തിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. എല്ലാ മസാലയൊക്കെ ചേർത്ത്, എല്ലാ മസാലയുണ്ട്. ആ മസാലയൊക്കെ ഇപ്പൊ എടുത്ത് കയ്യിൽ വെച്ചോണ്ട് നിൽക്കുകയാണ്. ഇപ്പൊ ഭർത്താവിന് കത്തെഴുതാൻ പറയുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇവിടെ സംഭവം അതല്ല. ഇത് ശത്രുക്കൾക്ക് പോലും സംഭവിക്കരുത് എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ഭർത്താവിന് ഒരു കാമുകി ഉണ്ടെന്ന് നിങ്ങൾക്കൊരു ഹിന്റ് കിട്ടിയെന്ന് വിചാരിക്കാം. ഒരു ലേഡിയെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവരെ ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ ഒരു മാർഗവും ഇല്ല. പക്ഷെ നിങ്ങൾക്ക് ആ ലേഡിയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് എന്തോ ആവാം, എന്ത് വേണേലും കമ്മ്യൂണിക്കേറ്റ് ആവാം. വലിയ ഉപകാരം, ഞാൻ രക്ഷപ്പെട്ടു എന്നാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം. അപ്പോ ഇല്ലാത്തൊരു കാമുകിയെ സങ്കല്പിച്ച് ആ സ്ത്രീക്കാണ് നിങ്ങൾ കത്തെഴുതേണ്ടത്. അശ്വതി, എന്തോ ആ കത്ത് വായിച്ചിട്ട് ആ കാമുകി ഭർത്താവിനെ ഇട്ടിട്ട് പോണോ അല്ലേ? ഇട്ടിട്ട് പോവോ, കൊണ്ടുപോവോ, എന്തുവേണമെങ്കിലും ചെയ്യാം. അത് അവരുടെ ഇഷ്ടം. കൊടുക്കണോ തിരിച്ചെടുക്കണോ എന്നുള്ളത്. നിങ്ങൾക്കുള്ളത് 10 മിനിറ്റ് ആണ്. ആലോചിക്കുക. ഒരു ഇല്ലന്റ് തന്നിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും നല്ല ഭംഗിയായിട്ട്, നല്ല എന്റർടൈനിങ് ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു കത്ത് നിങ്ങൾ കത്ത് എഴുതി പോസ്റ്റ് ബോക്സിൽ കൊണ്ടുവന്നിടണം. സോ ടൈം സ്റ്റാർട്ട്സ് നൗ. കണ്ടിട്ട് എത്ര കാലായിന്നറിയോ? സ്ഥലം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് 2-1 അറിയാം. ഇതിന്റെ ഒരു കോപ്പി നമ്മൾ ഇവരുടെ ഭർത്താക്കന്മാർ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. അല്ല, അവർക്കൊരു പേടി വേണമല്ലോ ഭാവിയിലാണെങ്കിലും. ഇനി എങ്ങാനും ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ? അശ്വതിന് മുമ്പ് കത്തെഴുതിയിട്ടുണ്ടോ? ഇങ്ങനത്തെ കത്തെഴുതിയിട്ടില്ല. എഴുതേണ്ടി വന്നിട്ടില്ല. കത്തെഴുതിയിട്ടുണ്ട്. എന്റെ അച്ഛൻ വിദേശത്തായിരുന്നു പണ്ട്. അപ്പം പ്രിയപ്പെട്ട അച്ഛനെ വെക്കേഷൻ വരുമ്പോ ഇത് കൊണ്ടുപോകണം, അത് കൊണ്ടുവരണം, അതൊക്കെ അല്ലേ? അതൊക്കെ തന്നെ. വീട്ടില് കോഴി മുട്ടയിട്ടു. മറ്റുള്ളവരുടെ കത്ത് നമ്മൾ ഒളിഞ്ഞു നോക്കാൻ പാടില്ലാത്തതാണ്. എന്നാലും ചില പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് നോക്കാം. അഡ്രസ് എഴുതി നോക്കാം. ചീത്ത വിളിക്കാനുള്ള കത്താണെങ്കിലും ദിനിജ അതിന്റെ മുകളിൽ ഒരു ഓമൊക്കെ വെച്ചാ തുടങ്ങിയിരിക്കുന്നത്. വേറെ പേപ്പർ വേണോ? 4 മിനിറ്റ് കംപ്ലീറ്റ് ആവുമ്പോഴേക്കും പോസ്റ്റ് ബോക്സിനകത്ത് ഇട്ടിട്ടുണ്ടാവണം. ചോറ് വേണോ ഒട്ടിക്കാൻ? വേണ്ട, പശയുണ്ട്. നാക്ക് നീട്ടി കാണിക്കുന്നു. എഴുത്.
ഫ്രം എഴുതിയില്ലെങ്കിൽ 2 എങ്കിലും എഴുതണ്ടേ? ടാസ്കിന്റെ ഒരു പാർട്ട് കംപ്ലീറ്റ് ആയിരിക്കാണ്. പറഞ്ഞ ടൈമിനുള്ളിൽ തന്നെ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തു. പോസ്റ്റ്മാന് വേണം ഇനി നമുക്ക്. ആ ലെറ്റർ എല്ലാം ഒന്ന് തിരിച്ചു വേണമായിരുന്നു. ലക്ഷ്മിയുടെ കത്താണ്. മിനി KJ, മിനി ഇൻഫോമിസ്, KS റോഡ്, ട്രിവാൻഡ്രം. ദൈവം ഇത് ശരിക്കുള്ളതാണോ? നമ്മൾ തന്നെ രണ്ടാമത്തെ. അടുത്ത് ഡിനിജ ആർക്കാ അയച്ചിരിക്കണേ? രശ്മി, ഇല്ലിക്കൽ ഹൗസ്, PO, പനങ്ങാട്, തൃശ്ശൂർ. തൃശ്ശൂർ പനങ്ങാട് ഉണ്ടോ? എന്തെങ്കിലും ആവട്ടെ. അടുത്തത് ഇത് ഫ്രം ധന്യാന്ന് മാത്രമേ ഉള്ളൂ. ആരായാലും കുഴപ്പമില്ല. അതിനകത്ത് 2 അഡ്രസ് എഴുതാൻ എനിക്ക് സമയം കിട്ടിയില്ല. നമുക്ക് ഓരോന്നോരോന്നായിട്ട് വായിക്കാം. ലക്ഷ്മിയുടെ കത്താണ് കേട്ടോ. അല്ലെങ്കിൽ വെല്ലോറിനെ കത്ത് വായിക്കാൻ വലിയ ഇഷ്ടമാണ്. എനിക്ക് ഞാൻ ആരാണെന്ന് കവർ അഡ്രസ് നെയിം നോക്കിയപ്പോൾ മനസ്സിലായി കാണുമല്ലോ. പ്രത്യേകിച്ച് കാരണവും പറയണ്ടല്ലോ. ഒരു സ്ത്രീ എന്ന നിലയിലും എനിക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഒരു ഭാര്യ എന്ന നിലയിലും ഒരു അമ്മ എന്ന നിലയിലുമുള്ള എന്റെ മനസ്സ് മനിക്ക് മനസ്സിലാവില്ല. മനിക്ക് മനസ്സിലാവില്ല. ഒരു വള്ളിയുടെ കുറവ്. അതെ അതെ. ഒരു കുഞ്ഞുള്ള എന്റെ ഭർത്താവിനെ അല്ലാതെ മറ്റാരെയും കിട്ടിയില്ല എനിക്ക് എന്ന് മനസ്സിലായി എനിക്കും. പക്ഷെ ദയവ് ചെയ്ത് എനിക്ക് എന്റെ കുഞ്ഞിന്റെ അച്ഛനെ തിരിച്ചു തരണം. എന്റെ കുഞ്ഞിന്റെ അച്ഛനെ തിരിച്ചു തരണം. എന്റെയും എന്റെ കുഞ്ഞിന്റെയും ഫോട്ടോ അദ്ദേഹം കാണിച്ചു തന്നു എന്ന് എനിക്കറിയാം. ദൈവപ്രകാശമുള്ള കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കരുതെന്ന് അപേക്ഷിക്കുന്നു. ഗതികേട് കൊണ്ട് ലക്ഷ്മി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഗതികേട് കൊണ്ട് ലക്ഷ്മി. അതെന്താ ഈ ദൈവപ്രകാശമുള്ള കുഞ്ഞുങ്ങൾ എന്ന് ഉദ്ദേശിച്ചത്? അതിൽ ഒന്ന് ലക്ഷ്മിയുടെ മോളും ഒന്ന് ലക്ഷ്മിയാണോ? 2 കുഞ്ഞുങ്ങൾ? അല്ല, കുഞ്ഞുങ്ങളെ മൊത്തമായിട്ട് ദൈവപ്രകാശമുള്ള കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കരുതെന്നാണ് ഉദ്ദേശിച്ചത്. ലക്ഷ്മി ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. എന്നെ സഞ്ജുനെ തോന്നിയെങ്കിൽ ഉദ്ദേശിച്ചില്ലല്ലേ. അപ്പൊ അതാണ് ലക്ഷ്മിയുടെ കത്ത്. ജഡ്ജസ് പ്ലീസ് നോട്ട്. നമ്മൾ അടുത്തതിലേക്ക് വായിക്കട്ടെ. രശ്മി, ഇത് ഡിനിജയുടെ കത്താണ്. ഡിനിജയുടെ ഹസ്ബൻഡ് സുനിലിന് ഉണ്ടെന്ന് കരുതപ്പെട്ട സാങ്കല്പികമായ ആ ഒരു കാമുകി. ആ കാമുകിയുടെ പേര് രശ്മി എന്നാണ് ഡിനിജ സങ്കല്പിച്ചിരിക്കുന്നത്. ഭർത്താവിന്റെ എക്സ് ഗേൾ ഫ്രണ്ട് വല്ലതും ആയിരുന്നോ? അറിഞ്ഞൂടാ. അറിഞ്ഞൂടാ. ഓക്കെ. പ്രിയപ്പെട്ട രശ്മി, എന്നെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഞാൻ സുനിൽ കുമാറിന്റെ ഭാര്യയാണ്. ഇപ്പോൾ കാര്യം മനസ്സിലായി കാണുമല്ലോ. ഇങ്ങനെ ഒരു കത്ത് എഴുതേണ്ടി വന്നതിൽ ഒത്തിരി സങ്കടമുണ്ട്. എങ്കിലും ഇതെന്റെ മോൾക്ക് വേണ്ടിയാണ് എഴുതുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിനക്ക് ഇനിയും ഒരു ജീവിതം ബാക്കിയുണ്ട്. ബാക്കി അല്ല ടീച്ചറെ, ബാക്കി. ബാ ബാ. ഇത് ഭരണിയുടെ ഭാ. ബായും ബായും തമ്മില് നല്ല വ്യത്യാസമുണ്ട്. ജീവിതം നീ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇത് കൊച്ചുകുട്ടിക്ക് എഴുതണേ. ഞങ്ങൾക്ക് ഏട്ടനല്ലാതെ മറ്റാരും ഇല്ല. നീ എന്നെ ഓർക്കണ്ട, പക്ഷെ ഞങ്ങളുടെ മകളെ ഒന്ന് ഓർക്കണം. എന്നിട്ട് നീ ഏട്ടനുമായുള്ള ബന്ധം തുടരാനാണ് എന്നുണ്ടെങ്കിൽ തുടരാം. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, എന്റെ ഏട്ടൻ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ അടുത്ത് തിരിച്ചു വരും. അതൊരു വിശ്വാസമാണ്. നീ ഈ കത്ത് വായിച്ച് എന്തെങ്കിലും കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ ഏട്ടനെ ഞങ്ങൾക്ക് തിരിച്ചു തരണം. തിരിച്ച ഒപ്പ്. എല്ലാരും കുട്ടികളുടെ കാര്യം പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്തിരിക്കുകയാണ്. സഞ്ജു കീറി. സഞ്ജു കത്ത് കീറി ശരിക്കും കീറി. ചെറുതായിട്ട് പെട്ടെന്നോ അടിപൊളിയായിട്ട് വായിക്കാം. എന്റെ കഞ്ഞിയിൽ പാറ്റ ഇടാൻ വന്ന കാബാലികെ, എന്നെ ഞാൻ സ്വയം പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ധന്യ നിധീഷ് എന്ന് തന്നെയാണ്. നിധീഷിന്റെ ഇത് അണ്ടർലൈൻ ഉണ്ട്, നിധീഷ് എന്നുള്ള വാക്കിന് കേട്ടോ. കാരണം നിനക്ക് ആ ഭാഗ്യമില്ല എന്നതാണ് എന്റെ അഹങ്കാരം. മനസ്സിലായ? എന്റെ ഭർത്താവും മകളുടെ അച്ഛനുമായ മിസ്റ്റർ നിധീഷ് നാരായണൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയത് ശ്രീ ഗുരുവായൂരപ്പന്റെ നടയിൽ വെച്ചാണ് എന്നത് സത്യമാവുന്നിടത്തോളം കാലം നിനക്ക് അദ്ദേഹത്തിന്റെ അരികിലെന്നല്ല 7 അയലത്ത് പോലും എത്താൻ ഞാൻ സമ്മതിക്കില്ലടി. ഇല്ല. കാരണം താലി സത്യമാണ്. എന്റെ സ്നേഹം, എന്റെ മകളോട് അവളുടെ അച്ഛൻ കാണിക്കുന്ന വാത്സല്യം സത്യമാണ്. ആ സത്യം നിന്നെ എന്നും അകറ്റി നിർത്തും. ഇനി അതല്ല, ഈ ഞാൻ അറിഞ്ഞ കാര്യം സത്യമല്ല എങ്കിൽ നിനക്ക് അങ്ങനെ ഒരു ഉദ്ദേശം മനസ്സിലെന്നല്ല സ്വപ്നത്തിൽ പോലും വരരുത് എന്ന് ഞാൻ താക്കീത് തരുന്നു. നല്ലതല്ല മോളെ, നല്ലതല്ല. അന്യന്റെ ഭർത്താവിനെ ആഗ്രഹിക്കുന്നതും അന്യന്റെ മുതൽ ആഗ്രഹിക്കുന്നതും തെറ്റാണ്. 4 കുത്ത്. തെറ്റാണ്.
4 കുത്ത്. ഇനി സനത്തിന്റെ കത്താണ് കേട്ടോ. സനമാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം എഴുതി തുടങ്ങിയത്. അതിന്റെ ഒരു ആത്മാർത്ഥത ഇതിൽ കാണുന്നുണ്ട്. എന്റെ പ്രിയ കൂട്ടുകാരി, എനിക്ക് നിന്നെ നേരിൽ പരിചയമില്ല. ഒരാളോടും ദേഷ്യം തോന്നാത്ത എനിക്ക് തന്നോട് ദേഷ്യവും വെറുപ്പുമാണ്, കൂടെ സഹതാപവും. തനിക്ക് എന്റെ സങ്കടം മനസ്സിലാവണമെന്നില്ല. ഞാനും എന്റെ സ്വന്തമായ നെൽസേട്ടനും എത്ര സന്തോഷത്തോടെ ജീവിച്ചിരുന്നതാണ്. നിന്റെ വീട്ടിലും സഹോദരിമാരില്ലേ? നീ ഒരു പെണ്ണല്ലേ? മറ്റൊരു പെണ്ണിന്റെ വേദന നീ ഒരു പെണ്ണാണെങ്കിൽ അറിയും. ഞാനും എന്റെ മക്കളും നെൽസേട്ടനും എത്ര സന്തോഷത്തോടെ ജീവിച്ചിരുന്നതാണ്. ഈ ഒരു ഡയലോഗ് 2 പ്രാവശ്യം എഴുതാൻ പറ്റില്ല കേട്ടോ. അതിൽ മക്കളുണ്ടായിരുന്നില്ലേ? അതിൽ രണ്ടാമത് രണ്ടാമത് മക്കൾ. ആ കുഞ്ഞുങ്ങളുടെ മുഖം കണ്ടാൽ നിനക്ക് ഒരു സഹതാപമെങ്കിലും തോന്നുന്നില്ലേ? ഞാൻ കണ്ടില്ലെങ്കിലും നിനക്ക് ഞങ്ങളെ കുറിച്ച് അറിയാമായിരിക്കും. നീ ഇനിയും എന്റെ ജീവിതത്തിൽ കയറി വരരുത്. ഞങ്ങളുടെ സന്തോഷം നശിപ്പിക്കരുത്. ഒരു കുടുംബത്തെ നശിപ്പിച്ചിട്ട് വേണോ നിനക്ക് സന്തോഷിക്കാൻ? അവസാനിപ്പിച്ചൂടെ ഈ ഭ്രാന്ത്? അത്രേ ഉള്ളൂ. അവസാനിച്ച് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എല്ലാവരുടെ റൂട്ട് സെയിം ആണ്. എല്ലാരും ഉദ്ദേശിച്ചിരിക്കുന്നത് മക്കളുടെ കാര്യം പറഞ്ഞ് ഇമോഷണൽ ആക്കി, ഭയപ്പെടുത്തി, ഭീഷണിപ്പെടുത്തി പിന്മാറ്റുക. ആർക്കും അവരവരിലൊരു ആത്മവിശ്വാസമൊന്നും കണ്ടില്ല. അല്ല, നമ്മളെ കണ്ട് സിമ്പതി തോന്നി വരുമെന്ന് വിടുമെന്ന് വിചാരമില്ല. അതുകൊണ്ട് മക്കളെ പിടിച്ചിട്ടാണ് എല്ലാവരും ഫ്രണ്ടിൽ നിർത്തിയിരിക്കുന്നത്. ആ ഒരു കാര്യം എല്ലാ കത്തിലും കോമൺ ആയിരുന്നു തോന്നുന്നു. ഓവർ ടു ജഡ്ജസ്. ഞാൻ വിചാരിച്ചു ഇന്നൊരു ഇമോഷണൽ എപ്പിസോഡ് ആയിരിക്കും, പക്ഷെ അത് നേരെ തിരിച്ച് കോമഡി ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എല്ലാവരും അവരവരുടെ ഭാവനയ്ക്കൊത്ത് എഴുതിയിട്ടുണ്ട്. കാരണം ഇതുപോലൊന്നും എഴുതാൻ അവസരം വരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഇതുപോലൊരു കത്ത് എഴുതിയിട്ടില്ല എന്ന് നിങ്ങളുടെ കത്ത് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി. മനിയും മിനിയും വള്ളിയും പുള്ളിയും ഒക്കെ തെറ്റി. പക്ഷെ ഈ കത്തൊക്കെ സത്യം പറഞ്ഞ ഭർത്താക്കന്മാർക്ക് കൊടുക്കണം കേട്ടോ. അവരൊന്ന് ഫ്രെയിം ചെയ്ത് വെക്കണം. പ്രത്യേകിച്ച് ധന്യയുടെ കത്ത് വായിച്ച ധന്യയുടെ ഭർത്താവ് മാത്രമല്ല, ബാക്കി ഒരു ഭർത്താവും പോവില്ല. നിങ്ങൾ വേണമെങ്കിൽ ഫോട്ടോ കോപ്പി എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വെച്ചോ. ശരിക്കും ജീവിതത്തിൽ ഇങ്ങനെ വല്ലതും പറ്റുവാണെങ്കിൽ കത്തൊന്നും എഴുതാൻ പറ്റത്തില്ല. യു ലൈക്ക് സോ ആംഗ്രി. പക്ഷെ ഇതൊരു ഷോ ആണ്, ഇതൊരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ ആക്ച്വലി വലിയൊരു റോപ്പ് തന്നിരിക്കുക, നിങ്ങൾക്ക് എന്തോ വേണമെങ്കിലും ചെയ്യാൻ, എന്തോ വേണമെങ്കിലും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇറ്റ് വിൽ ബി വെരി വെരി ഫണി. ഞാൻ വിചാരിച്ചതില്ല ഇറ്റ് വിൽ ബി ക്രൈങ് ആൻഡ് സോബി. ഞാൻ വിചാരിച്ചതില്ല. ഐ ജസ്റ്റ് തോട്ട് യു വിൽ ടേക്ക് ഇറ്റ് ടു എ ഡിഫറെന്റ് ലെവൽ. അപ്പോൾ നമുക്ക് ഇവരുടെ മാർക്സിലേക്ക് പോവാം അല്ലേ? ധന്യ, yours is 80 on 100. സനം 76. ദിനീജ ആൻഡ് ലക്ഷ്മി രണ്ടുപേർക്കും 70 on 100. താങ്ക് യു മാം. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഇവിടെ ഇരിക്കുന്ന 20 വീട്ടമ്മമാർക്കും പുതിയ പുതിയ സർപ്രൈസുകൾ എന്ത് കൊടുക്കാം എന്നുള്ള അന്വേഷണത്തിലാണ് ഞങ്ങളും. അപ്പോൾ ഒരുപാട് സസ്പെൻസുകളുമായി വരുന്ന അടുത്തൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് എ ബൈ ഫ്രം നിരപര മലയാളി വീട്ടമ്മ, co-branded by Sera and Datri Hair Care Plus, powered by Chungat Jewelry. Costume courtesy Ashwati and Jomol, La Doris Day Boutique, Alua Road, Angamali. Costume courtesy for Vinduja Menon, Maitri Srikanth, Vedika. Costume courtesy Rajni Chandi, Punolil Silks.